ഹായ് നമസ്കാരം. ബട്ടർഫ്ലൈ ലൈഫ് ബുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ വീണ്ടും ഒരു കേക്കുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനാന കേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ മുട്ടയൊക്കെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മുട്ട പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ 3 മുട്ട നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മുട്ടയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കപ്പിന് 1 കപ്പ് മൈദയ്ക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന് 3/4 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ടു. ഇതൂടെ ഈ മുട്ടയിലേക്ക് ഇട്ട് എടുത്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ബനാന കേക്കാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നാൽ ഈ മുട്ടയുടെ ഒരു ചവർപ്പ് മാറണമെങ്കിൽ നമ്മളൊരു ശകലം വാനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി ഒന്നും വേണ്ട, ഒരു തുള്ളി വാനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. മുട്ടയും മനസ്സിലാക്കി അടിച്ചെടുത്തത് നമുക്ക് ബാറ്റർ മിക്സ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മൈദ ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഏത്തയ്ക്ക നമുക്ക് മിക്സിക്ക് നല്ലപോലെ ഒന്ന് വെള്ളമൊന്നും ചേർക്കാൻ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മളൊരു മുഴുവൻ ഏത്തയ്ക്ക എടുത്തിരിക്കുന്നത്. നമ്മൾ മുട്ട അടിച്ചെടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഓയിലൊന്നും ഒഴിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ബനാന ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി അതൊരു ശകലം സൺഫ്ലവർ ഓയിലൂടെ നമുക്ക് കിട്ടും. നമുക്ക് നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയുള്ള മൈദ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം നമുക്കൊന്ന് ഓയിലൊന്ന് തിളവിയെടുക്കാം. ഓയിൽ തിളവിയെടുത്തിട്ടുണ്ട്. അതൊരു ബട്ടർ പേപ്പറോടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് കുറേശ്ശെ മൈദ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബാറ്റർ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബനാന ഇതിൽ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ബാറ്റർ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു 10 മിനിറ്റോളമായിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചാണ്. നമുക്കതിലേക്ക് നമ്മുടെ കേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചൊരു 30-35 മിനിറ്റോളം അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബനാന കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30-35 മിനിറ്റോളമായി. നമുക്കത് തുറന്ന് ഒന്ന് നോക്കി വെന്തോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ഇഷ്ടം നോക്കാം. വാവ്, നല്ല അടിപൊളിയായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഉള്ളൊക്കെ വെന്തോന്ന് ജസ്റ്റ് നോക്കാം. ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബനാന കേക്ക്, അടിപൊളി ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബനാന കേക്ക് ഒന്ന് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടോ? ബനാന ടേസ്റ്റ് ഉണ്ടല്ലോ സാറാ? നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബനാന ടേസ്റ്റ് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഏത്തയ്ക്ക വെച്ച് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കുമ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് കാണുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഈ ക്രിസ്മസിനും ഇതൊരു ബനാന കേക്ക് ഒക്കെ ഒന്ന് ട്രൈ നോക്കുക. ട്രൈ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.